കാണുന്നു. തെക്കോട്ട് പോകണ്ട, അവിടെ പൈശാചിക ബാധയുള്ള ആളുകളുടെ ഒരു സങ്കേത സ്ഥലമാണ്. തുടരാൻ അനുവദിച്ച ബാബാ തിരുമേനിയോട് നന്ദി പറയുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഈ ബാബാ തിരുമേനി നിയുക്ത ബാബായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഒരു മെത്രാച്ചൻ കൊടുത്ത ഒരു ആശംസയാണ്, മൈ പ്രോബ്ലം ഈസ് ഓവർ, യുവർ പ്രോബ്ലം സ്റ്റാർട്ട്സ് നൗ. അദ്ദേഹം ഇപ്പൊ മക്കാറിയോസ് തിരുമേനിയുടെ ആ പ്രവചനം അനുഭവിച്ചുകൊണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രോബ്ലം തുടങ്ങിക്കഴിഞ്ഞു, അതിങ്ങനെയൊന്നും തീരാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ഇടത്തും വലത്തിരിക്കുന്നവരെ അദ്ദേഹം ഒഴിവാക്കാത്തടത്തോളം കാലം ഈ പ്രശ്നങ്ങൾ വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അവരിനിയും വിവാഹിതരെ ചിലപ്പം മെത്രാനാക്കിയെന്ന് വരും, അവിവാഹിതരെ ചിലപ്പം വൈദികരെയോ അറമ്പാച്ചന്മാരെയോ ഒക്കെ കല്യാണം കഴിപ്പിച്ചെന്നിരിക്കും. ഇതെല്ലാം അവിടെ സംഭവിക്കാൻ പോവുക. അതുകൊണ്ട് ദയവായി കൂടെ ഉള്ളവരെ ശ്രദ്ധിക്കുക, അത്രമാത്രം. അവരോടുള്ള എൻ്റെ അപേക്ഷ, ദയവായി ടെലിവിഷൻ ചാനലിന്റെ മുമ്പിൽ പോയിരുന്ന് സ്വന്തം മുഖത്തേക്ക് വീഴത്തക്കവണ്ണം മേളിലേക്ക് തുപ്പരുത്. അത് അവർക്ക് ആക്ഷേപകരമാണ് എന്നുള്ളതാണ്. ഇനിയും സുപ്രധാനമായ ഒരു കാര്യം ഞാൻ മുമ്പ് ജഡ്ജ്മെന്റിൽ നിന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി, ഇടവക പള്ളികളുടെ സ്വാതന്ത്ര്യം. ഇവര് പറയുന്നതനുസരിച്ച് ഒരു മെത്രാച്ചൻ, ആ ഭദ്രാസന മെത്രാപ്പൊലീത്ത പോലും അല്ല, നമ്മുടെ കണ്ടനാട് ഭദ്രാസന സെക്രട്ടറി സ്ലീബ കോർപ്പിസ്കോപ്പ പ്രസവായിട്ട് നടന്ന സംഭാഷണത്തിൽ മിലിത്തോസ് തിരുമേനി പറയുന്നത്, ഞാൻ TV കണ്ടു, നിങ്ങൾ കണ്ടനാട് പള്ളിയുടെ അടുത്തൊരു ചാപ്പലുണ്ടല്ലോ, അവിടെ കൊണ്ട് ശവസംസ്കാര ശുശ്രൂഷ നടത്തിയിട്ട് മതിലിൽ ഉണ്ടാക്കി തരുന്ന ആ കിഴുത്തേക്കൂടെ കൊണ്ട് അടക്കേച്ച് പൊക്കോളെ. ഇങ്ങനെ ഒരു ചുമതലയില്ലാത്ത മെത്രാച്ചന് ടെലിവിഷൻ ചാനലിന്റെ മുമ്പിൽ പോയിരുന്നോണ്ട് കൊടുക്കാവുന്ന ഔദാര്യമല്ല ഇടവക പള്ളികളുടെ സ്വത്തുക്കളും അവിടെയുള്ള ശവക്കോട്ടയും കാര്യങ്ങളും. ഈ പ്രാഥമിക പാഠം അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇതിന്റെ കൂടെ വേറെ പറയുന്നുണ്ട്, ഒരു അച്ഛൻ പള്ളി കയറിയ ഉടനെ അധികാരമാണ്, അതിന്റെ പേരിൽ അധികാരമുണ്ടെന്ന് മാറി മാറി പറയുക. എന്താ ഈ അധികാരം? ക്രൈസ്തവ സഭയിലെ അധികാരം എന്നുള്ളത് കർത്താവ് പത്രോസിന് പരമേൽപ്പിച്ചു കൊടുത്തതിലും വലിയ അധികാരമൊന്നുമില്ലല്ലോ. കർത്താവ് പത്രോസിന് പരമേൽപ്പിച്ചു കൊടുത്ത അധികാരം എന്നതാ? എന്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്നാ പറഞ്ഞു, എന്റെ പെണ്ണാടുകളെ മേയിക്കുക എന്നാ പറഞ്ഞു, ജനങ്ങൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുക എന്നാ പറഞ്ഞു. ഇവിടെ ജനങ്ങളുടെ ജീവൻ എടുത്തോണ്ട് ഞങ്ങൾ ഭണ്ഡാരം തുറക്കുമെന്ന് പറയുന്ന മനോഭാവത്തിലേക്ക് മാറിയിരിക്കുക. നമ്മുടെ സമൂഹം ഇവരെ തിരിച്ചറിയണം. നമ്മുടെ ഏതായാലും ഈ ടെലിവിഷൻ ചർച്ചകൾ വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അനുരഞ്ജന ചർച്ചകളും നല്ലതാണ്. ഈ അനുരഞ്ജന ചർച്ചകൾ വരുന്നവർക്കെങ്കിലും മനസ്സിലാകുമല്ലോ ഇതിന്റെ തനിനിറം എന്താണ്, പ്രശ്നപരിഹാരം ഉണ്ടാക്കാത്തതിന്റെ കാരണക്കാരാരാണ് എന്ന്. ഈ ജഡ്ജ്മെന്റിൽ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ 10,000 ഇടവകാംഗങ്ങളുണ്ടെന്ന് ഈ ജഡ്ജി തന്നെ പറയുന്ന ഇടവകയിലെ 240 പേരെ സംരക്ഷിച്ചോണ്ട് ബാക്കിയുള്ളവരെ പുറത്താക്കിക്കൊണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കാമെന്നാണോ ഇവരുടെ അധികാരം? അതിനാണോ ഇവർക്ക് അവകാശം? അതിനാണോ ഇവർ മെത്രാന്മാരായിരിക്കുന്നത്? അതിനാണോ അജപാലനം എന്ന പേര്? ഇതാണോ പാസ്റ്ററൽ മിനിസ്ട്രി? ഇവരെല്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ഇംഗ്ലീഷിലും മലയാളത്തിലും ജർമ്മൻ ഭാഷയിലും ഒക്കെ ഈ തിയോളജിയും പാസ്റ്ററൽ ഈ തിയോളജിയും ഒക്കെ പഠിച്ചിട്ട് വന്നവരല്ലേ. ജനങ്ങളെ തല്ലിമരിക്കാനും ദേവാലയത്തിന്റെ ഭണ്ഡാരം മോഷ്ടിക്കുവാനുമുള്ളതായ തിയോളജിയാണോ അധികാരം എന്ന് പറയുന്നത്? ജനങ്ങളെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള മനോഭാവത്തിലേക്ക് മടങ്ങി വരണം. സഭയിൽ സമാധാനം ഉണ്ടാകണം, സമൂഹത്തിൽ സമാധാനം ഉണ്ടാകണം, ഇടവകയിൽ സമാധാനം ഉണ്ടാക്കണം. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, എത്രയോ പോലീസുകാർ ഇക്കാര്യത്തിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത എത്രയോ ഉദ്യോഗസ്ഥന്മാര്, പാവങ്ങൾ അവരുടെ കുടുംബത്തെ വിട്ടിട്ട് ഈ സ്ഥലത്ത് വന്ന് എത്ര ദിവസങ്ങളായിട്ട് അവർ വിഷമിക്കുക. ഈ സർക്കാരിന് എന്തുമാത്രം ബാധ്യത ഉണ്ടാക്കുന്നത്, ജില്ലാധികാരികൾക്ക് ബാധ്യത ഉണ്ടാക്കുന്നത്, ഇതൊക്കെ എന്തിനാ ഉണ്ടാക്കുന്നത്? ഏതായാലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 10,000 പേരെന്നും ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസംഗിച്ച് പറഞ്ഞത് 2000 വീട്ടുകാരും അതിലാണ് 400 വീട്ടുകാരും അവരെന്നാ. ഇന്ന് ഈ ജഡ്ജ്മെന്റ് കൈ കിട്ടിയപ്പോഴാണ് അവർക്ക് അനുകൂലമായിട്ട് വിധി എഴുതി ജഡ്ജി തന്നെ പറയുന്നത്
10,000 അംഗങ്ങളും ഏകദേശം 3000-ഓളം വീട്ടുകാരും ഈ ജഡ്ജ്മെന്റിൽ തന്നെ പറയാം. ഞാൻ അവസാനിപ്പിക്കുന്നതിനും ഈ ഭാഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ബാബാതിരുമേനി ഇവിടെ മുമ്പ് പറഞ്ഞ ഒരു കാര്യം, ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ കോലഞ്ചേരി പള്ളിയിലെ ഇടവകാംഗങ്ങളുടെ യോഗം വിളിച്ചു കൂട്ടട്ടെ. ആ യോഗം എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കുവാനായിട്ട് ഈ സഭ തയ്യാറാണ് എന്ന് ശ്രേഷ്ഠ ബാബാതിരുമേനി പറഞ്ഞു. അതിനു പകരം കോട്ടയം പഴയ സെമിനാരി പഠിക്കുന്ന പാവം കുഞ്ഞുങ്ങളെയും കോട്ടയത്തിന് തെക്കുള്ള ചില സമ്പന്ന ഇടവകളിലെ ആ പണം ഉപയോഗിച്ച് വാഹനത്തിൽ ഇവിടെ ഇറക്കുന്ന ആളുകളെയും കൊണ്ട് സമരം ചെയ്യാനും നീരാഹാരം നടത്താനും ഒക്കെ ആയിട്ടിരുന്നാല് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുക. പരുമലയിൽ നമ്മുടെ കൂറിലോസ് തിരുമേനിയുടെ പരിശ്രമത്തിൽ നമുക്ക് ആ പുണ്യവാന്റെ നാമത്തിൽ അവിടെ ഒന്ന് ആരാധിക്കാനായിട്ട് കുറച്ച് സ്ഥലം വാങ്ങിച്ചു. ഈ സ്ഥലം വാങ്ങിച്ചെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഈ തിരുമേനിമാര് ക്ഷമിക്കണം, ബാവായും കൃമികടി പോലാണ് ഇവരുടെ ചാട്ടം. ഇരിക്കപ്പുറതിയില്ല, ബഹളമാ നാട് മുഴുവൻ. ഈ വിഷയത്തിലൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത എന്നെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആളുകൾ ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. പരുമലയിലെ ശബ്ദം മൈക്കിൽ കൂടെ വെച്ചാൽ പോലും കേൾക്കാത്ത ദൂരം, ഇവിടെ നിന്ന് ട്രംപറ്റ് മൈക്ക് വെച്ചാൽ പോലും അവിടുത്തെ ആരാധനയ്ക്ക് തടസ്സമുണ്ടാകാത്ത സുരക്ഷിതമായ ദൂരം. അത്രയും ദൂരത്തിൽ പാവം പാത്രിയർക്കീസ് പള്ളക്ഷക്കാർ ഒരു ചാപ്പൽ വെച്ചാൽ അവരുടെ വിശ്വാസം മുഴുവൻ ഇല്ലാതായി പോകും, അവരുടെ അവിടുത്തെ പരുമലത്തെ പരിശുദ്ധി മുഴുവൻ പോകുമെന്ന് പറഞ്ഞ് നടന്നവർ. എനിക്ക് ഇനിയും പറയാനുള്ളത് ബാക്കി കാര്യം. മുളന്തുരുത്തി വഴി ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. മുളന്തുരുത്തി പള്ളിയിൽ നിന്ന് 100 മീറ്റർ അപ്പുറം ഒരു പള്ളിയും കെട്ടിടവും ചാപ്പലും എല്ലാം വെച്ച് ആരാധന നടത്തും. മുളന്തുരുത്തിയിലെ 90% വരുന്ന ആളുകൾക്ക് അസൗകര്യം ഉണ്ടാകത്തക്കവണ്ണം തൊട്ടുവാതിക്കൽ